യൂറോപ്പിലാകെ കർഷക സമരം പടരുന്ന കാഴ്ചകളാണ്. ഇന്ത്യയിലെ കർഷക സമരത്തിന്റെ മാതൃകയിൽ കഴിഞ്ഞ മാസം ജർമ്മനിയിലെ ബെർലിനിലാണ് ട്രാക്ടറുകളും ട്രക്കുകളുമായി കർഷകർ തെരുവിലിറങ്ങിയത്. 9 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച പ്രതിഷേധം ഒടുവിൽ ആളിക്കത്തുന്നത് സ്പെയിനിലാണ്. ഇന്ത്യയിൽ പാർലമെന്റ് പാസാക്കിയ കൃഷി നിയമങ്ങൾക്കെതിരെയായിരുന്നു പ്രക്ഷോഭം. യൂറോപ്പിൽ ഓരോ രാജ്യത്തും വിഷയം വെവ്വേറെയാണ്. ജർമ്മനിയിൽ ഇന്ധന വില വർധനയെങ്കിൽ ഫ്രാൻസിൽ രാസവള നിയന്ത്രണമാണ് വിഷയം. മലിനീകരണം നിയന്ത്രിക്കാനുള്ള വിവിധ നയങ്ങൾ, ഗതാഗത രംഗത്തെ പുതിയ നികുതി നിർദ്ദേശങ്ങൾ, രാസവളങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം, യുക്രൈനിൽ നിന്നുള്ള ഭക്ഷ്യച്ചരക്കുകൾക്ക് ഇറക്കുമതിയിൽ നൽകിയ ഇളവ്, ഇതെല്ലാം പ്രതിഷേധത്തിനുള്ള കാരണമാണ്. ഗ്രീസിൽ കാട്ടുതീയിൽ ഇല്ലാതായത് കാർഷിക വരുമാനത്തിന്റെ 20%. 11 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ 2022-23 കാലയളവിൽ കാർഷിക വരുമാനം ഇടിഞ്ഞത് 10%. ഇന്ത്യയിലെ തൊഴിലാളികളിൽ 44% കൃഷിയുമായി ബന്ധപ്പെട്ടവരാണ്. 2020-ലും 2021-ലും ഇന്ത്യയിലെ കർഷകർ രാജ്യതലസ്ഥാനത്ത് കൃഷി നിയമങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭമുയർത്തിയപ്പോൾ കേന്ദ്ര സർക്കാർ കുലുങ്ങി. ഫ്രാൻസിൽ കർഷക തൊഴിലാളികൾ 3%, ജർമ്മനിയിൽ 1%, ഇറ്റലിയിൽ 6%. യൂറോപ്പിലാകെ കൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ 5%-ൽ താഴെയാണ്. യൂറോപ്യൻ യൂണിയൻ GDP-യുടെ 1.4% കാർഷിക മേഖലയുടെ സംഭാവന. എന്നാൽ ബജറ്റിന്റെ 1/3 കാർഷിക മേഖലയ്ക്കാണ്. ഇങ്ങനെയെങ്കിലും അനുപാതരഹിതമായ സബ്സിഡികളും ബജറ്റ് നീക്കിയിരിപ്പുമാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമെന്ന് കർഷക സംഘടനകൾ പറയുന്നു. എന്നുവെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ കാർഷിക ബജറ്റിന്റെ 80%-വും 20% പേരിലേക്ക് മാത്രമാണ് എത്തുന്നത്. പ്രതിഷേധം കനത്തപ്പോൾ പോർച്ചുഗലിൽ 500 മില്യൺ യൂറോയുടെ സഹായം പ്രഖ്യാപിച്ചു. ഡീസലിന് 55% നികുതി ഇളവും ഇതിൽപ്പെടും. നേരിട്ട് സഹായം അനുവദിക്കുന്നതിന് പകരം തെക്കൻ അമേരിക്കയുമായുള്ള വ്യാപാര ഇടപാടുകൾ നിർത്തിവെക്കാനും രാസവള നിയന്ത്രണം മരവിപ്പിക്കാനുമാണ് ഫ്രഞ്ച് സർക്കാരിന്റെ തീരുമാനം. സമരത്തെ എതിർക്കുന്നവരുടെ വാദം അത് രാഷ്ട്രീയമാണെന്നാണ്. യൂറോപ്പിൽ വലത് രാഷ്ട്രീയത്തിലുള്ള സ്വാധീനവും ഈ വർഷം 10 രാജ്യങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും യൂറോപ്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പും സമരത്തിന് കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു.